ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു ബോക്സ് ഫുട്ബോൾ. അപ്പോൾ ഗ്രൂപ്പ് ഡി എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞില്ലേ, മരണ ഗ്രൂപ്പുകളൊക്കെ വളരെ കുറവാണ്, അല്ലെങ്കിൽ ഇല്ലയെന്ന് തന്നെ വിചാരിക്കുമ്പോഴത്തേക്കാണ് ഗ്രൂപ്പ് ഡിയുടെ വരും. ഗ്രൂപ്പ് ഡി ഫോർ മീ ഈസ് ദ ഗ്രൂപ്പ് ഓഫ് ഡെത്ത് എന്ന് ഞാൻ തന്നെ അത് പറയും. കാര്യം എല്ലാ ടീമിനും, അതായത് ഇതിനകത്ത് ഇപ്പം 3 ടീമുകൾക്ക് കയറി പോകാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ 2 ടീമുകൾക്ക് കയറി പോകാൻ സാധ്യതയുണ്ട്. ഏത് ടീം ഗ്രൂപ്പ് ടോപ്പ് ചെയ്യുമെന്നറിയില്ല. അപ്പോൾ അതാണ് ഒരു പെർഫെക്റ്റ്. ഇപ്പം 12 ഗ്രൂപ്പായിട്ട് ഒന്ന് വികസിച്ച ഈ ടൂർണമെൻറ്റിലെ യഥാർത്ഥ മരണ ഗ്രൂപ്പായിട്ട് എനിക്ക് തോന്നുന്നത് ഈ ടീമാണ്. ഈ ടീമിൻ്റെ തുടക്കം തന്നെ പറഞ്ഞു തുടങ്ങേണ്ടത് ആതിഥേയരായ യുഎസിനെ പറ്റിയാണ്. യുഎസ് എന്ന് പറയുന്നത് കഴിഞ്ഞ വേൾഡ് കപ്പിൽ നല്ലൊരു റണ്ണ്, അവർക്ക് അവരുടെ ഏറ്റവും കരിയർ ബെസ്റ്റ് അല്ലെങ്കിൽ ഒരു നല്ല റണ്ണ് വന്നൊരു എന്താ പറയുക, ഒരു വേൾഡ് കപ്പായിരുന്നു അവർ കഴിഞ്ഞ പ്രാവശ്യം. എനിക്ക് തോന്നുന്നു ആരുടെ ഇംഗ്ലണ്ടിലൂടെയാണ് തൊട്ട് പുറത്തായെന്ന് അറിയില്ല, പക്ഷേ ദേ പ്ലേഡ് ദെയർ, എന്താ പറയുക, നല്ല ഗെയിം കളിച്ചു. അത് മാത്രമല്ല, യുഎസ് നാഷണൽ ടീമിലെ പല പ്ലേയേഴ്സ് ഇപ്പോൾ MLS നിന്ന് മാത്രമല്ല, MLS പുറത്തും ഒരുപാട് പ്ലേയേഴ്സ് ഉണ്ടെന്നുള്ളത് അവർക്ക് നല്ലൊരു കാര്യമാണ്. ബിക്കോസ് ക്വാളിറ്റി കൂടും. അപ്പം അവർക്ക് ഏറ്റവും കൂടുതൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ മിസ് ചെയ്യാൻ പോകുന്നത് ഈ അത്ലറ്റിക്കോ മാഡ്രിഡിൻ്റെ ജോണി കാർഡോസനാണ്. പുള്ളി ആഴ്സണലിലൂടെ ഭയങ്കര രീതിയിൽ നന്നായിട്ട് കളിച്ച, എനിക്ക് ഭയങ്കര ഇമ്പ്രസ്ഡ് ആയിട്ടുള്ള പ്ലെയറാണ്. ബട്ട് ഹീസ് ഇൻജോയ്ഡ്. പക്ഷേ ബാക്കി നിർത്തി കഴിഞ്ഞാൽ ടിം റീമാണ് അവരുടെ ക്യാപ്റ്റൻ. പിന്നെ നമ്മുടെ മൊറീഷ്യോ പൊച്ചറ്റീനോ ആണ് പുള്ളി വന്നതിന് ശേഷം അവർ ആദ്യം ഇനിഷ്യൽ ഫേസിൽ സ്ട്രഗിൾ ചെയ്തെങ്കിലും പിന്നീട് അവരൊരു 5 ബാക്ക് കളിച്ച്, അത് കഴിഞ്ഞ് 5 ബാക്കൊക്കെ പിന്നെ ഫുള്ളി 4 ബാക്കൊക്കെ ഇടുമ്പോൾ എപ്പോഴും ഗോൾ ലീക്ക് ചെയ്യുന്നൊരു പരാതിയുണ്ട്. പക്ഷേ അവരെ സംബന്ധിച്ച് നോക്കുമ്പോൾ 5 ബാക്ക് കളിച്ചാലും കുഴപ്പമില്ല. ദേ ഹാവ് ഡീസൻറ്റ് സെൻറ്റർ ബാക്സ്. ഇപ്പോൾ ക്രിസ് റിച്ചാർഡ്സ്, നമ്മുടെ എന്താ പറയുക, ടിം റീം, ക്രിസ് റിച്ചാർഡ്സ് ഇതിൽ കളിച്ചാണ്. അത് ക്രിസ്റ്റ്യൻ പാലസിൽ കളിച്ചാണ്. ഹീസ് എ കോൺഫറൻസ് ലീഗ് വിന്നർ. അതുപോലെ തന്നെ വിങ് ബാക്സ്, നല്ല 2 വിങ് ബാക്സ് ഉണ്ട്, ഡെസ്റ്റും അതുപോലെ തന്നെ ആൻ്റണി റോബിൻസൺ. പിന്നെ ടൈലർ ആഡംസ് ഒരു കഴിഞ്ഞ പ്രാവശ്യത്തെ അമേരിക്കൻ ക്യാപ്റ്റനായിരുന്നു വേൾഡ് കപ്പിൽ. ഹീ ഈസ് എ വെരി ഗുഡ് ലീഡർ, ബോൺമത്തിൽ കളിക്കുന്നതാണ്. അതുപോലെ ജോർജ് വിയ, ലൈബീരിയയുടെ പ്രസിഡൻറ്റും ആഫ്രിക്കയുടെ only 1 ബാലൻഡിയർ വിന്നറുമായ ജോർജ് വിയയുടെ മോനെ തിമോത്തി വിയ മാർസയിൽ കളിക്കുകയാണ്. പുള്ളിയും ബാലഗണുമായിരിക്കും, മൊണാക്കോയിൽ ഗോൾ അടിച്ചു കൂട്ടുന്ന ബാലഗണുമായിരിക്കും അവരുടെ ഫ്രണ്ട് നയിക്കാൻ പോകുന്നത്. അതുപോലെ നമുക്കറിയുന്ന ക്യാപ്റ്റൻ അമേരിക്ക പുലിസിച്ച് ഇത്തവണയും അത്ര വലിയ ഫോമിലൊന്നും അല്ല AC മിലാനെങ്കിലും ഹി ഓൾവേസ് ടേൺസ് അപ്പ് ഫോർ ഹിസ് നാഷണൽ ടീം. അതുകൊണ്ട് ക്യാപ്റ്റൻ അമേരിക്ക തന്നെയാണ് അവരുടെ തുറുപ്പ് ചീട്ട് എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ മെക്കന്നി, അങ്ങനെ ദേ ഹാവ് എ ഗുഡ് ഡീസൻറ്റ് സ്ക്വാഡ് എന്ന് തന്നെ പറയാം. പക്ഷേ അവരുടെ റീസെൻറ്റ് ഫോംസ് ഈസ് നോട്ട് ദാറ്റ് ഗ്രേറ്റ്. പക്ഷേ ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഫ്രണ്ട്ലികൾ പോലെ ആവില്ല വേൾഡ് കപ്പ് എന്ന് പറയുമ്പോഴത്തേക്കും ഒരു ഡിഫറൻറ്റ് ഗ്രേവിയാണ്, ഡിഫറൻറ്റ് സ്റ്റേജാണ്. അപ്പോൾ ലെറ്റ്സ് സീ വാട്ട് അമേരിക്ക ക്യാൻ ഡു. അമേരിക്ക എന്ന് പറയുന്ന സോക്കർ നേഷൻ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം. നമ്മൾ നേരെ പോകുന്നത് വീണ്ടും സോക്കർ എന്ന് വിളിക്കുന്ന രാജ്യത്തിലേക്കാണ്, ഓസ്ട്രേലിയ എന്ന് പറയുന്ന കഴിഞ്ഞ കൊല്ലത്തെ വേൾഡ് കപ്പിൽ നമ്മൾ കണ്ടതാണ്. ഡെൻമാർക്ക്, തുണീഷ്യ അടങ്ങുന്ന ഗ്രൂപ്പിൽ നിന്ന് ഫ്രാൻസിൻ്റെ തൊട്ട് താഴെ തന്നെ 2nd പ്ലേസ് ഫിനിഷ് ചെയ്ത് റൗണ്ട് ഓഫ് 16ലേക്ക് കടന്നു. റൗണ്ട് ഓഫ് 16ൽ നല്ലൊരു ഫൈറ്റ് തന്നെ വിന്നേഴ്സായ അർജൻറ്റീനയ്ക്ക് കൊടുക്കുന്നു. ആ ലാസ്റ്റ് മിനിറ്റിലൊക്കെ ലിസാൻഡ്രോ മാർട്ടിനസിൻ്റെ ഒരു ബ്ലോക്കൊക്കെ ഉണ്ടായിരുന്നു. 2-1 അവർ തോറ്റത്. അവർ തലയുയർത്തി തന്നെയാണ് കഴിഞ്ഞ പ്രാവശ്യം മടങ്ങിയത് ഖത്തറിൽ നിന്ന്. ഇത്തവണ എന്താണ് അവസ്ഥ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ, ഇത്തവണ അവരുടെ മെയിൻ പ്ലെയർ ആയിട്ടുള്ളത് അവരുടെ ഗോൾ സ്കോറിംഗ് മെഷീനായിട്ടുള്ള ഇറാൻ കുണ്ടയാണ്, വാട്ട്ഫോർഡിലുള്ള ഒരു പയ്യനാണ്. അതുപോലെ തന്നെ ജോർദൻ ബോസ് എന്ന് പറഞ്ഞിട്ടുള്ള ഫെയ്നൂഡിലെ ഒരു പ്ലെയർ ഉണ്ട്. പിന്നെ എപ്പോഴുള്ള മാറ്റ് റയാൻ തന്നെയാണ് അവരുടെ ഗോൾ കീപ്പർ. അപ്പോൾ ടോണി പൊപ്പോവിച്ചാണ് അവരുടെ മാനേജർ. അവരുടെ റീസെൻറ്റ് ഫോംസ് ഒന്നും അത്ര അടിപൊളിയൊന്നും അല്ലെങ്കിലും അവരുടെ ഏഷ്യൻ ക്വാളിഫയേഴ്സിൽ അവരെന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ദേ ഫിനിഷ്ഡ് ഇൻ 2nd ഇൻ ദ ഗ്രൂപ്പ്. ജപ്പാൻ്റെ ഗ്രൂപ്പിലായിരുന്നു, പക്ഷേ സൗദിയുടെ മേലെയാണ് അവർ ഫിനിഷ് ചെയ്തതെന്ന് ഓർക്കുക. മാത്രമല്ല, അവർ ജപ്പാൻ്റെകൂടെയും സൗദിയുടെയും തോറ്റിട്ടുമില്ല എന്നുള്ളതും വസ്തുതയാണ്. അവരാകെ ഒരു കളി തോറ്റിട്ടുള്ളൂ. അപ്പം നല്ല സ്റ്റൈലിഷായിട്ട് തന്നെയാണ് ഓസ്ട്രേലിയ ഈ വേൾഡ് കപ്പ് കളിക്കാൻ വന്നിരിക്കുന്നത്. അവിടെ നിന്ന് എപ്പോഴും കറുത്ത കുതിരകൾ എന്നുള്ള ഒരു പദം കിട്ടുന്ന ഒരു ടീമാണ് ടർക്കിയുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ, തുർക്കിയെ എന്നാണ് ഇപ്പോൾ പറയുന്നത്. തുർക്കിയുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കിപ്പം വലിയ 2 സ്റ്റാർസ് ഉണ്ട്, അർദ ഗുള്ളറും കെനാൻ യിൽദിസും. മാത്രമല്ല, അതുപോലെയുള്ള അക്തുർക്കോഗ്ലു, കഡിയോഗ്ലു എന്നൊക്കെ പറഞ്ഞാൽ ദേ ഹാവ് ഗോട്ട് ഗുഡ് ഡീസൻറ്റ് സൈഡ് ബൈൻഡർ ഓഫ് മാൻ യുണൈറ്റഡ്. ഇതൊക്കെയാണ് അവരുടെ ഒരു സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം അവരുടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ 2002 അവർ അതിനുശേഷമാണ് ആദ്യമായിട്ടാണ് വേൾഡ് കപ്പ് ക്വാളിഫൈ ചെയ്യുന്നത്. 2002 അവർ 3rd പ്ലേസാണ് ഫിനിഷ് ചെയ്തത് വേൾഡ് കപ്പിൽ എന്ന ഇൻട്രസ്റ്റിംഗ് ഫാക്റ്റാണ്. 2002 ഒരു വിയേർഡ് വേൾഡ് കപ്പാണ് എന്തൊക്കെ പറഞ്ഞാലും. സൗത്ത് കൊറിയ വാസ് ദ 4th പ്ലേസ് ടീം. സോ 2002 ശേഷം അവർ ആദ്യമായിട്ട് ക്വാളിഫൈ ആണ്. അതും ഗ്രൂപ്പ് സി, അതായത് അവർ പ്ലേ ഓഫിലൂടെയാണ് കയറി വന്നത്. പ്ലേ ഓഫ് പാത്ത് സിയിലൂടെ അവരാദ്യം ഇവരെ റൊമാനിയനെ തോപ്പിച്ച്, അത് കഴിഞ്ഞ് കൊസോവോനെ തോപ്പിച്ചാണ് അവർ ഫൈനലിൽ എത്തിയിരിക്കുന്നത്, അതായത് വേൾഡ് കപ്പ് ടിക്കറ്റ് നേടിയിരിക്കുന്നത്. പ്രത്യേകിച്ച് എനിക്ക് അധികം തുർക്കിയുടെ കളികളൊന്നും കണ്ടിട്ടില്ലെങ്കിലും കഴിഞ്ഞ യൂറോസിലൊക്കെ അവർ കറുത്ത കുതിരകൾ എന്നുള്ള ടാഗ് കിട്ടിയിട്ടും ദേ ഹാവ് നോട്ട് ബീൻ ഡൂയിങ് ഗുഡ്. അപ്പോൾ ഇത്തവണയും കറുത്ത കുതിരകൾ എന്ന് ചിലർ ടാഗ് ചെയ്യുന്നുണ്ടെങ്കിലും ഐ ഡോണ്ട് തിങ്ക് ദാറ്റ് ദേ വിൽ ഗോ സോ ഫാർ ഇൻ ദിസ് ടൂർണമെൻറ്റ്. പക്ഷേ ഈ ഗ്രൂപ്പ് അവർക്ക് ടോപ്പ് ചെയ്യാനോ 2nd പ്ലേസ് വരാതിരിക്കാനോ ഞാൻ അധികം ചാൻസ് ഒന്നും കാണാതിരിക്കുന്നില്ല. ബിക്കോസ് ദേ ഹാവ് അതായത് ഈ ഗ്രൂപ്പ് അങ്ങനെയാണ് ബേസിക്കലി. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ അടുത്ത ആളുടെ പേരും കൂടെ പറയുമ്പോൾ നമുക്ക് മനസ്സിലാവും. പരാഗ്വേ എന്ന് പറയുന്നത് ഒരു ഒട്ടും റെസ്റ്റ് ചെയ്യാൻ പാടില്ലാത്ത, നമ്മൾ സ്ലീപ്പ് ചെയ്യാൻ പാടില്ലാത്തൊരു ടീമാണ്. സൗത്ത് അമേരിക്കൻ ശക്തികളിലൊന്നാണ് പരാഗ്വേ. ഇപ്പം മിഗ്വേൽ ആൽമിറോൺ ആയിക്കോട്ടെ, ന്യൂകാസിൽ കളിച്ചുകൊണ്ടിരുന്നത്. അതുപോലെ തന്നെ ജൂലിയൻ എൻസിസോ ഇപ്പോൾ സ്ട്രാസ്ബർഗ് കളിക്കുന്ന ചെൽസിയിലെ പ്ലെയറാണ്. ചെൽസിയിൽ നിന്ന് ലോണിലാണ് പോകുന്നത്. ആൻഡ് ഹീ ഈസ് എ വെരി ഗ്രേറ്റ് പ്ലെയർ. ഒരു ഇഞ്ചുറീസ് കുറച്ച് പ്രശ്നം ഉണ്ടെങ്കിലും
ഈസ് എ വെരി ഗ്രേറ്റ് പ്ലെയർ. ഇത് കുറേ സ്റ്റണ്ണേഴ്സൊക്കെ അടിക്കുന്നുണ്ട്. സിറ്റിയുടെ കൂടെയുള്ള സ്റ്റണ്ണറൊക്കെ നമുക്ക് ഓർമ്മ ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ ഡിയഗോ ഗോമസ് ഓഫ് ബ്രൈറ്റൺ, ഇതൊക്കെയാണ് അവരുടെ മെയിൻ പ്ലെയേഴ്സ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ അവർ കോപ്പ അമേരിക്കയിലെ ഭയങ്കര മോശം പ്രകടനത്തെ തുടർന്നിട്ട് അവരിപ്പം അവരുടെ മാനേജർ ഗുസ്താവോ അൽഫാറാണ്. അയാൾ വന്നതിന് ശേഷം കുറച്ചൊക്കെ മാറ്റങ്ങൾ പരാഗ്വേയിൽ വന്നിട്ടുണ്ട് എന്ന് തന്നെയാണ് പറയുന്നത്. മാത്രമല്ല അവർ ഫിനിഷ് ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രസീൽ, ഉറുഗ്വേ, കൊളംബിയയുടെ ഒക്കെ സെയിം പോയിന്റ്സിൽ തന്നെയാണ് അവർ ഗ്രൂപ്പ് സ്റ്റേജ് വേൾഡ് കപ്പ് ക്വാളിഫയേഴ്സിൽ ഫിനിഷ് ചെയ്തിട്ടുള്ളതെന്നും മറ്റൊരു വസ്തുതയാണ്. അപ്പോൾ ഇതിനകത്ത് പ്രഡിക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഇതൊരു ഭയങ്കര അൺപ്രഡിക്റ്റബിൾ ഗ്രൂപ്പായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കുറേ പേര് US ടോപ്പ് ചെയ്യുന്നൊക്കെ പറയുന്നുണ്ട്. ബട്ട് ഐ ഡോണ്ട് തിങ്ക് സോ. എനിക്ക് സത്യമായിട്ട് അറിയില്ല. ഐ ഡോണ്ട് തിങ്ക് അത് അത്ര ഒബ്വിയസ് ആണെന്ന്. സോ ഇതാണ് എൻ്റെ അഭിപ്രായത്തിൽ ഗ്രൂപ്പ് ഓഫ് ഡെത്ത്. നിങ്ങളുടെ അഭിപ്രായത്തിൽ എന്താണെന്ന് കമൻറ്റ് ബോക്സിൽ എഴുതുമല്ലോ. മറ്റൊരു വീഡിയോ കാണുന്നവരെ ബൈ.